DP4 ആണ്. ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത് കൺസ്യൂമറിൽ എത്രയാണ്? 20,000. കൺസൈനറുടെ എക്സ്പെൻസ് എത്രയുണ്ട്? 4,000. കൺസൈനിയുടെ നോൺ റെക്കർ എക്സ്പെൻസ് എത്രയുണ്ട്? 3,000. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ 1000 യൂണിറ്റ് കൺസൈനർ കൺസൈനിക്ക് സെൻഡ് ചെയ്തതിൽ 800 യൂണിറ്റ് വിറ്റു. സ്വാഭാവികമായിട്ടും എത്ര യൂണിറ്റ് ആയിരിക്കും ക്ലോസിങ് ഉണ്ടാവുക? 200 യൂണിറ്റ്. പക്ഷേ അതിൽ എന്തുണ്ട്? ലോസ് ഡ്യൂ ടു നാച്ചുറൽ വേസ്റ്റേജ്. ഇത് നോർമൽ ലോസാണ്. എന്ത് ലോസാണ്? നോർമൽ ലോസ്. ഇപ്പോൾ നോർമൽ ലോസ് കൂടാതെ വേറെ ലോസ് ഉണ്ടാവും. അതേതാവും? അബ്നോർമൽ ലോസ്. രണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ എന്താണ്? ഡിഫറെൻ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇല്ലേ 5, അതിൻ്റെ ഹെഡിങ് തന്നെ എന്താ? ട്രീറ്റ്മെൻറ്റ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽസ്. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കുക, നോർമൽ ലോസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? കേട്ടില്ല? കുഴപ്പമില്ല വെച്ചാൽ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ നോർമൽ ലോസ് എങ്ങനെയാണെന്നുള്ള ഈ പ്രോബ്ലത്തിൽ കാണാം. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇല്ലേ? എടുത്തില്ല എല്ലാവരും? DP ഏതാ? എന്താ കാണാൻ പറഞ്ഞുള്ളവർ? ക്ലോസിങ് സ്റ്റോക്ക് കാണാനാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്. കൺസൈനർ അതും അതിൻ്റെ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കണം? കൺസൈനി ഏറ്റെടുക്കണം. അതിനെ പറഞ്ഞാണ് ഡെലിക്വിഡർ കമ്മീഷൻ. അല്ലെങ്കിൽ ആരെന്നെയാണ്? കൺസൈനറാണ്. ഓൾറെഡി പറഞ്ഞിട്ടാണല്ലോ എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ എക്സ്ട്രാ കൊടുക്കുന്നത്. പിന്നെയും കൺസൈനർ ഏറ്റെടുക്കില്ലല്ലോ. DP4 ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളതിനൊരു ഇക്വേഷൻ പോലെ പഠിച്ചിട്ടുണ്ട്. എന്താ? കോസ്റ്റ് പ്ലസ് ഏതാ? പ്രപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ആരുടെ? കൺസൈനി. ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ കോസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് മാറും. ടോട്ടൽ കോസ്റ്റ് എടുത്തിട്ട് ഗുഡ് യൂണിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് എടുത്തിട്ട് എന്ത്? ഗുഡ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എത്ര ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത്? 20,000 അല്ലേ? ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റിനാണ് 20,000? 1000 അല്ല 900 യൂണിറ്റിനാണ് എത്ര? 20,000 എന്നുള്ളത്. നോർമൽ ലോസ് കുറച്ചിട്ടുള്ള സാധനത്തിന്. എൻ്റെ ഒരു ബേസിക് കാര്യം പറഞ്ഞല്ലോ പക്ഷേ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പ്, ഇത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ, തക്കാളി കയറ്റുക. തക്കാളി 1000 കിലോഗ്രാം തക്കാളി. അപ്പോൾ നമ്മൾ KM വെജിറ്റബിൾസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം എന്ന് വിചാരിക്കും. ഇത് എടപ്പാള IDL. പിന്നെ തൃശ്ശൂരിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ സാധനം എടുത്ത് കൊടുക്കുന്നത്. എത്ര കിലോഗ്രാം എടുത്ത്? 1000. 1 കിലോഗ്രാമിന് എത്ര രൂപ? 10 രൂപ. അപ്പോൾ ടോട്ടൽ അവർ എത്ര രൂപ അവിടെ അടച്ചിട്ടുണ്ട്? 10,000 രൂപ അടച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾക്കറിയാം, ഈ സാധനം വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലും ഇതിനെ നമ്മൾ ഇൻപുട്ട് എന്ന് വിളിക്കാം, ഇതിനെ അല്ലേ? ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? ഒരു 950 ആവുമെന്ന് വിചാരിക്കാം. കുറയും. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? എന്തായാലും കുറയില്ലേ? ഈ 1000 നിന്നും 950 ആയതിന് ഈ 50-നെ നമ്മൾ നോർമൽ ലോസ് എന്നാണ് വിളിക്കുക, അബ്നോർമൽ ലോസ് എന്നാണ് വിളിക്കുക. അത് സാധാരണ വരുന്നതാണ്. അത് ഞാൻ ആര് കൊണ്ടുവന്നാലും എന്ത് ചെയ്യും? അങ്ങനെ ഒരു ലോസ് വരും. അപ്പോൾ ഇതിനെന്താ പറയുക? നോർമൽ ലോസ് എന്ന് പറയും.
ക്ലിയർ? ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് വെക്കാം. ഇപ്പം സത്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത് 1000 കിലോഗ്രാമിനല്ല എത്ര രൂപ? 10,000. ഓക്കെ അല്ലേ? 10,000 എത്ര കിലോഗ്രാമിനാണ്? 950. അപ്പോൾ സാർ നമുക്ക് അവിടെ കൊടുക്കുമ്പോൾ തന്നെ 950 × 10 9,500 കൊടുക്കാൻ പറ്റുമോ? ഇല്ലോജിക്കലല്ലേ? അല്ലേ? ഇതും കൂടെ ആരെയൊന്ന് കവർ ചെയ്യണം. സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്ന് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ₹10,000 ഈസ് പെയ്ഡ് ഫോർ എത്രയാ? 950 കിലോഗ്രാം. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് 10 രൂപ എന്നുള്ളത് മാറും. ഇപ്പോൾ ഒരെണ്ണത്തിന് എത്ര രൂപവും? അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് 10,000 ഡിവൈഡഡ് ബൈ 950 എത്ര വരും? 10,000 ഡിവൈഡ് ബൈ 950 10.52. കണ്ട കൂടിയ കണ്ടില്ലേ? ഓക്കെ. ഇനി നമ്മളിനി കോസ്റ്റ് കാണുമ്പോൾ 10 അല്ല കാണേണ്ടത്. ഏതാ കണ്ടത്? 10.52. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ശബരി, ഞാനപ്പോൾ ഇതിൻ്റെ ഓണർ ഇട്ടാം. ശബരിയോട് ഞാൻ ഈ കഥ പറഞ്ഞു. ശബരിയോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കോസ്റ്റിൻ്റെ ₹1 കൂട്ടിയിട്ടാണ് ശബരിയെ നിനക്ക് തരാം. ശബരി ചില്ലറ കച്ചവടക്കാരനാണ്. അപ്പോൾ ശബരിൻ്റെ അടുത്ത് ചോദിച്ച്, തൃശ്ശൂർ മാർക്കറ്റിൽ 10 രൂപയാണല്ലോ, അപ്പോൾ ആ 10ൻ്റെ കൂടെ നിങ്ങൾ ₹1 ആഡ് ചെയ്തിട്ട് 11 രൂപയ്ക്കല്ലേ എനിക്ക് വെക്കേണ്ടത്? പക്ഷെ ഞാൻ പറഞ്ഞല്ല, 11 ഞാൻ പറഞ്ഞ കണക്ക് ഇങ്ങനെ അങ്ങനെയാണ്. 11.52 കിട്ടണം എനിക്ക്. ഓക്കെ അല്ലേ? നീ അംഗീകരിക്കുമോ അത്? ശബരി, നീ അംഗീകരിക്കുമോ അത്? എൻ്റെ ക്വസ്റ്റ്യൻ എന്താ മനസ്സിലായി? എൻ്റെ പ്രാക്ടീസ് ₹1 പ്രോഫിറ്റ് എടുക്കല. 10ൻ്റെ ₹1 പ്രോഫിറ്റ് എടുക്കേണ്ടത്, 10.52ൻ്റെ ₹1 പ്രോഫിറ്റ് ആഡ് ചെയ്യേണ്ടത്. 10.52 അല്ല. ശബരിൻ്റെ അടുത്ത് പറയണം, എന്നാൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോയി എടുത്തോളാം. ആയിക്കോട്ടെ. ശബരിയോട് ഞാൻ പറയും, ഈ തൃശ്ശൂരിൽ നിന്ന് പോയി എടുത്തോ. ശബരി എടുത്താലും ഇവിടെ എത്തുമ്പോൾ എത്ര തന്നെ ആവുള്ളൂ? 950. ഓക്കെ അല്ലേ? അപ്പോൾ ശബരിക്ക് 10 കിട്ടുമോ? ഇല്ല. ഇവിടെ എത്തുമ്പോൾ എത്ര തന്നെ ആവും? 10.52 ഉണ്ടാവും. അത് നോർമൽ ഒരു ഫിനോമിനാണ്, ആർക്കും തടുത്തു വെക്കാൻ പറ്റില്ല. അപ്പോൾ പെട്രോൾ കൊണ്ടുവരുമ്പോൾ ഇവാപ്പറേഷൻ സംഭവിക്കും. പെട്രോൾ ഇവാപ്പറേഷൻ, നീരാവിയായിട്ട് എന്താ പറയാം, മനസ്സിലായില്ലേ ഇത്? അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ ടാങ്ക് എറണാകുളത്ത് നിന്ന് കണ്ട് ഇന്ത്യൻ ഓയിലിൽ നിന്ന് ഇവിടുന്ന് എടപ്പാളെത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ടാവും? 1000 ലിറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യും? 2-3 ലിറ്റർ എന്ത് ചെയ്യും? ആവിയായി പോകും. സ്വാഭാവികം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇവിടുത്തെ ആൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് എത്ര ലിറ്ററിനാ? 1000 ലിറ്ററിനാ. ആ 3-4 ലിറ്റർ പോയി പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഇവരെന്ത് ചെയ്യേണ്ടി വരിക? പേയ്മെൻറ്റ് നടത്തേണ്ടി വരിക. ആ എമൗണ്ടും കൂടെ എവിടുന്ന് റിക്കവറും. അപ്പോൾ ഈ 950 നമ്മൾ പറയുന്ന പേരാണ് ഗുഡ് യൂണിറ്റ്. എന്താ? ഗുഡ് യൂണിറ്റ്. ഗുഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. പഠിച്ചില്ല? ഇതാണ് ഗുഡ് യൂണിറ്റ്. പറഞ്ഞ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ഇനി നമുക്ക് നമ്മുടെ സിറ്റുവേഷനിലേക്ക് വരാം. കറക്റ്റ് അല്ലേ? അപ്പോൾ അത് ജസ്റ്റ് നോട്ടായിട്ട് എഴുതി വെച്ചാൽ മതി. കോൺസെപ്റ്റ് ഓഫ് എന്ത് പറഞ്ഞിട്ട് എഴുതി വെക്കാം? നോർമൽ ലോസ്. ഇങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. ഒന്ന് സെൻറ്റൻസ് ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ട് ഇതുപോലെ വരച്ച് വെച്ചാൽ ഗുണം ചെയ്യും. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ളൊരു കോൺസെപ്റ്റാണ്, പ്രത്യേകിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്കൊക്കെ പോകും. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. 20,000 അല്ലേ രൂപ എത്ര യൂണിറ്റിനുള്ളതാണ്? 900 യൂണിറ്റിനുള്ള. 900 എങ്ങനെ വന്നു? ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. എത്ര ഇൻപുട്ട് ഇട്ട്? 1000. നോർമൽ ലോസ് എത്ര പോയി? നമ്മൾ ഏതിൻ്റെ പ്രപ്പോർഷനേറ്റ് കോസ്റ്റാണ് കാണുന്നത്? ക്ലോസിങ് സ്റ്റോക്ക് അല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ എത്ര വരും? 200. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലോസിങ് സ്റ്റോക്ക് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയല്ലേ? എങ്ങനെ കണ്ടെത്തിയേ? 1000-ൽ എത്ര പോയി? 800 എന്ത് ചെയ്തു? വിറ്റു. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് 200 800 വിറ്റു.
100 എന്തായി? ലോസായി. ബാക്കി എത്ര വരും? 100. 100 ഉള്ളൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരും? 20,000 ഡിവൈഡ് ബൈ 900 ഇൻറ്റു 100. 200 2220. ഓക്കെ അല്ലേ? പ്ലസ് നേരത്തെ നിങ്ങൾ പഠിച്ച കോസ്റ്റിൽ നിന്ന് ഇത് വ്യത്യാസം ഉണ്ടാകും. ഇത് വ്യത്യാസം വരാൻ കാരണം എന്തുകൊണ്ടാണ്? നോർമൽ ലോസ് അല്ല. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? ആ യൂണിറ്റില്ലേ, ഒരു യൂണിറ്റിന് എത്ര രൂപ? 20,000 ഡിവൈഡ് ബൈ 1000 കിലോഗ്രാം. അടിച്ചാൽ 20. ഒരു യൂണിറ്റിന് എത്ര? 20. മനസ്സിലായില്ലേ? 20,000-ത്തിനല്ലേ നിങ്ങൾ മേടിച്ച്? എത്ര യൂണിറ്റ്? 1000 യൂണിറ്റ് മേടിച്ച് കട്ട്. അപ്പോൾ 20 അല്ലേ ഒരു യൂണിറ്റിന് വരാം. അപ്പോൾ 20 × 100 അല്ലേ അടിക്കാറ് സ്വാഭാവികമായിട്ടും. അത് നോർമൽ ലോസ് ഇല്ലാത്തപ്പോഴല്ലേ അല്ലേ? പക്ഷെ ഇവിടെ പറ്റില്ല. ഇവിടെ എത്രയാണ്? റേറ്റ് കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞു? 20,000 ഡിവൈഡ് ബൈ 900 അടിച്ച് എത്രയായി? കൂടി. എത്ര വരും? 20,000 ഡിവൈഡ് ബൈ 900. കണ്ടാ? 20 ഉറുപ്പ്യക്ക് മേടിച്ച സാധനം ഇവിടെ എത്തുമ്പോൾ എത്രയായി? 22,000. അങ്ങനെയാണ് നിങ്ങൾ വാല്യൂ. ഓക്കെ അല്ലേ? 22 ഇൻറ്റു എത്രയാണ്? 100. എത്ര വരും? 22,220 സംതിങ്. ഇനി അടുത്ത് പ്രൊപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ. എത്ര കൺസൈനറുടെ എക്സ്പെൻസ് ഉള്ളത്? 4000 ഡിവൈഡഡ് ബൈ എത്ര തന്നെ ചെയ്യാൻ പാടുള്ളൂ? എല്ലാം 900. ഓക്കെ അല്ലേ? ഇൻറ്റു 100. 444.44. അടുത്ത് പ്ലസ് അടുത്ത എക്സ്പെൻസ് ഏതാ? കൺസൈനഡ് നോൺ റെക്കറിങ് 3000 ഡിവൈഡഡ് ബൈ 900 ഇൻറ്റു 100. 333. ഒക്കെ കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 3000 റൗണ്ട് ചെയ്തൂടെ അല്ലേ? ഇത് ക്ലോസിങ് സ്റ്റോക്കാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനൊന്നുകൂടെ എളുപ്പമായിക്കൂടെ? ഇതിലെല്ലാത്തിലും കോമൺ പരിപാടി ഇതല്ലേ? ഡിവൈഡഡ് ബൈ 900 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 900 ഇൻറ്റു 100. അപ്പോൾ ഇതിന് ഒറ്റ സ്ട്രക്ചറിലുണ്ട് എഴുതിയ പോരെ അല്ലേ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്താൽ ക്ലോസിങ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ ഒരു ഇക്വേഷൻ പറയാം. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ്. ഈ നേരത്തെ നിങ്ങൾ പണ്ട് ഈ ഇക്വേഷൻ പഠിച്ചണല്ലോ. ഈ ഇക്വേഷൻ തന്നെയാണ് ഇതിട്ടാ. ഓക്കെ അല്ലേ? സിംപ്ലിഫൈഡ് ആക്കി തരികയാണ്. നിങ്ങൾക്ക് അതാണ് കംഫർട്ട്, അത് ചെയ്തോ, ഇതാണ് കംഫർട്ട്, ഇത് ചെയ്തോ. ചിലയിടത്ത് നമുക്ക് ഇതാവും നന്നാവുക. അത് കുറേ പണിയെടുക്കേണ്ടി വരും. ഇനി വലിയ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ പറയുന്നതും നന്നാവും. എന്താ? ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? ഗുഡ് യൂണിറ്റ്. നമ്പർ ഓഫ് ഏതാണ്? ഗുഡ് യൂണിറ്റ്. ഗുഡ് യൂണിറ്റ് എങ്ങനെ കണ്ടത്? ഇൻപുട്ട് മൈനസ് ഏതാ? നോർമൽ ലോസ് ഇൻറ്റു ഏതാണ്? ക്ലോസിങ് സ്റ്റോക്ക് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ക്ലോസിങ് സ്റ്റോക്ക്. അപ്പോൾ ടോട്ടൽ വാല്യൂ എങ്ങനെ കാണാം? 20,000 എല്ലാ നോമിനേറ്ററും പ്ലസ് 4000 പ്ലസ് 3000. അപ്പോൾ ടോട്ടൽ എത്ര വരും? എത്ര വരട്ടെ? ഡിവൈഡ് ബൈ എത്ര വരാം? 900 ഇൻറ്റു എത്രയാണ്? 100. അപ്പോൾ 27,000 ഡിവൈഡഡ് ബൈ 900 ഇൻറ്റു 100. വേഗം പറ. അത് ഞാൻ അങ്ങനെ പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കാൽക്കുലേഷനിൽ എത്തുമ്പോൾ അപ്പം എന്ത് ചെയ്തുകൊണ്ട് ചെയ്ത് പറഞ്ഞു തന്നോ? എത്ര? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഓറാണ് കേട്ടോ. ഇത് ഓറാണ് ഇവിടെ നിന്നിട്ട് രണ്ടും ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഒരു അധ്യാപകൻ ഒരു മെത്തേഡ് തന്നെ പഠിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ 1-2 മെത്തേഡൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ പറയുന്നത് അത്ര വലിയ മടിച്ചികളും മടിയന്മാരും പണിയെടുക്കാൻ തയ്യാറാത്ത ആളുകളൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം പോരെ ഒക്കെ കൂടെ കൺഫ്യൂസറാക്കുന്ന അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാ ആംഗിളിലും ചിന്തിക്കാൻ പറ്റണം. മനസ്സിലായേ? ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ പഠിച്ചു വെക്കണം. ഏതാ ഉപകരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വഴി നമുക്ക് ചില ക്വസ്റ്റിൽ എന്ത് ചെയ്യുക അത്ര കംഫർട്ട് ആവില്ല. അപ്പോൾ ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ. അപ്പോൾ 2-3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഏതാണോ നമുക്ക് കംഫർട്ടുള്ളത് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ചെയ്തു.